നമസ്കാരം. ഉരുൾപൊട്ടൽ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ വ്യോമസേനയുടെ പണം സംസ്ഥാനം അടയ്ക്കേണ്ടി വരില്ലെന്ന് വിശദീകരണം. സഹായങ്ങൾ ബില്ല് ചെയ്യുക എന്നത് കാലങ്ങളായിട്ടുള്ള നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാൻ CPM ഇതൊരു വിവാദമാക്കുന്നുവെന്നും മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആരോപിച്ചു. വ്യോമസേന നൽകിയ സഹായങ്ങൾ ബില്ല് ചെയ്യുക എന്നത് കാലങ്ങളായിട്ടുള്ള നടപടിയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക രീതിയിൽ നടക്കുന്ന നടപടിക്രമം എന്നതിനപ്പുറത്ത് യാതൊരു പ്രാധാന്യവുമില്ല. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാൻ CPM ഇതൊരു വിവാദമാക്കുന്നു. അതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു. സംസ്ഥാനം വ്യോമസേനയുടെ പണം അടയ്ക്കേണ്ടി വരില്ല, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കപ്പെടും. സേവനങ്ങൾക്ക് വർഷങ്ങളായി അതാത് വകുപ്പുകൾ ബില്ല് കൊടുക്കാറുണ്ട്. 1990 മുതൽ വ്യോമയാന നിയമത്തിൽ പറയുന്നതാണിതെല്ലാം. അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ഇവിടെ CPM അടക്കം ശ്രമിക്കുന്നതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. വിവിധ സേനകളുടെ ധനകാര്യ വിഭാഗം സംസ്ഥാന സർക്കാരുകൾക്ക് ചെലവിന്റെ ബില്ല് നൽകുന്നത് ചട്ടപ്രകാരം എന്നാണ് കേന്ദ്ര വിശദീകരണം. SDRF ഫണ്ടിൽ നിന്നാണ് തുക നൽകേണ്ടതെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും വ്യോമസേന ബില്ല് നൽകാറുണ്ടെന്നും കേരളത്തോട് മാത്രമുള്ള സമീപനമല്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ മാസം 207 കോടിയുടെ ബില്ലാണ് ഉത്തരാഖണ്ഡിന് നൽകിയത്. പണം കൊടുക്കേണ്ടി വന്നാൽ SDRFിലെ തുക വീണ്ടും കുറയുമെന്നതാണ് സംസ്ഥാനത്തിന്റെ പ്രതിസന്ധി. 2006 മുതൽ ഈ വർഷം സെപ്റ്റംബർ 30 വരെ വിവിധ ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന് പ്രതിരോധ സേനയ്ക്ക് 132.61 കോടി രൂപ സംസ്ഥാന സർക്കാർ നൽകാനുണ്ട്. ഈ തുക മുഴുവനും നൽകണമെന്നാവശ്യപ്പെട്ടാണ് ചീഫ് സെക്രട്ടറിക്ക് പ്രതിരോധ മന്ത്രാലയം കത്ത് നൽകിയിട്ടുള്ളത്. പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിന് നേരത്തെ പ്രതിരോധ മന്ത്രാലയം പണം ആവശ്യപ്പെട്ടിരുന്നു. അന്ന് 100 കോടിയോളം രൂപ സംസ്ഥാനം നൽകിയിരുന്നു. മറ്റ് പല സമയങ്ങളിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ ആകെ തുകയാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തുക ഒഴിവാക്കി തരാൻ കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ദുരന്തമുണ്ടായാൽ സൈന്യത്തിന്റെ സേവനം തേടും. തുക അതാത് സംസ്ഥാനങ്ങൾ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും നൽകണമെന്നും വ്യവസ്ഥയുണ്ട്. 2019 പ്രളയകാലം മുതൽ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ എയർലിഫ്റ്റ് ചെയ്തതിന് വരെ ചെലവായ തുകയാണ് 132.62 ലക്ഷം രൂപ. ഇത് തിരിച്ചടയ്ക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത്. അതിൽ വയനാടിന് മാത്രമുണ്ട് 69.65 ലക്ഷം രൂപ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അധികം സഹായം വേണമെന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന തർക്കം തുടരുന്നതിനിടയിലാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആവശ്യം.